പാർട്ടിയും സർക്കാരും തമ്മിൽ ഏകോപനമില്ലാത്തതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. പാർട്ടി വെബ്സൈറ്റിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. നേതാക്കൾക്ക് പൊതുവേദികളിൽ ജാഗ്രത കുറവുണ്ടായെന്ന് വിമർശനമുണ്ട്. പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം UDF ആയുധമാക്കിയെന്നും കേന്ദ്ര കമ്മിറ്റി. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണമുണ്ടായിരുന്നില്ലെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് CPIM. തോൽവിയുടെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ട് ഇങ്ങനെ: പാർട്ടി സർക്കാർ ഏകോപനമുണ്ടാകാത്തത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം. പാർട്ടി ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു. സർക്കാരിനെ നിരീക്ഷിക്കാൻ നേരത്തെ പാർട്ടി സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നേതാക്കൾക്ക് പൊതുവേദികളിൽ ജാഗ്രത കുറവുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തെറ്റ്. വെള്ളാപ്പള്ളിയെ ഉചിതമായി തള്ളിപ്പറഞ്ഞില്ല. പോലീസിനും ഉദ്യോഗസ്ഥർക്കും ഏകാധിപത്യ സ്വഭാവമായിരുന്നു. നേതാക്കൾക്ക് അഹങ്കാരവും അഴിമതിയും, സ്വജനപക്ഷപാതവും ആഡംബരവും ഒരു വിഭാഗം നേതാക്കളെയും അണികളെയും ബാധിച്ചുവെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. സാധാരണ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് പൂർണ്ണമായ വിശദാംശങ്ങളോടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറില്ല. എന്നാൽ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിൽ CPM നടത്തുന്ന തെറ്റുതിരുത്തൽ നടപടിയുടെ ഭാഗമായി കൂടിയാണ് റിപ്പോർട്ട് പൂർണ്ണമായും പരസ്യപ്പെടുത്തുന്നതെന്നാണ് വിവരം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.